മോനെ, നീ നിന്റെ കൂട്ടുകാരനെ കാണുമ്പോ നീ ഒന്ന് പുഞ്ചിരിച്ചോ, അത് നിനക്ക് സ്വതക്കയായി ആഖിറത്തിൽ ഗുണം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ മുഖം മുദ്ഹിറുൻ സജ്ജത്തുൽ ജബീനി അലൽ ബുർഇ കബാ അൽഹറൽ ഹിലാലൽ ബറാഉ. മഹാന്മാര് കണ്ടിട്ട് വസ്തു പറയുകയാണ്, ആ വിശുദ്ധമായ മുഖത്തിന് നെറ്റിയിലതാ ചന്ദ്രക്കല പോലെ ഒരു കല. ആരാണത്? ഉത്ബത്ത് ഇബ്നു അബീ വഖാസ് എന്ന തെമ്മാടിയായ മനുഷ്യൻ ഉഹദ് രണാങ്കണത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വെട്ടിക്കളഞ്ഞതാ. കുന്തം കൊണ്ട് നെറ്റിയിൽ ഒരു മുറിവ് വന്നതാ. സംഗതിയാ മുറിവൊക്കെ ഉണങ്ങിപ്പോയി. പക്ഷെ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോ, മഹാന്മാര് റസൂലുള്ളാഹിനെ യഖദത്തിലും മനാബിലും കാണുമ്പോ നെറ്റിത്തടത്തിലതാ ഒന്നിന്റെയും രണ്ടിന്റെയും ഒക്കെ ചന്ദ്രനെ കാണുന്നത് പോലെ വല്ലാത്തൊരു തിളക്കം കാണുന്നു. ആ വിശുദ്ധമായ മുഖത്തേക്ക് നോക്കുമ്പോ പൂനിലാവ് പെയ്യുന്നു. സുതിറൽ ഹുസ്നു മിൻഹു ബിൽ ഹുസ്നി ഫഅജിബ് ലിജമാലിൽ ലഹുൽ ജമാലു വിഖാഉ. എന്തൊരത്ഭുതമാണ്, എന്തൊരത്ഭുതമാണ്! സൗന്ദര്യം കൊണ്ട് സൗന്ദര്യം മറക്കപ്പെട്ടു പോയി, സൗന്ദര്യം കൊണ്ട് സൗന്ദര്യം മൂടിയിടപ്പെട്ടു പോയി, സ്റ്റൈല് കൊണ്ട് സ്റ്റൈലിനെ മറക്കുന്നൊരത്ഭുതം. വല്ലാതെ സൗന്ദര്യമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യമുള്ള നിലക്ക് സ്വഹാബികൾ പോലും കണ്ടു തീർത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സ്വഹാബികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. കേട്ടിട്ടില്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് ഹബീബായ തങ്ങളെ ഒന്ന് കാണണേ നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കറേ, ഞാനല്ലേ നിൽക്കുന്നത്? അതല്ല നബിയേ, എനിക്കങ്ങേ ഒന്ന് കണ്ടേ പറ്റൂ. ചോദ്യത്തിന്റെ ഗൗരവം ഹബീബായ തങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അബൂബക്കറേ, പ്രയാസമാണ് കേട്ടോ, സാരമില്ല നബി, എനിക്ക് കണ്ടേ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരിക്കുന്ന ജുബ്ബയുടെ ഒരു ഭാഗം അങ്ങ് മാറ്റിയിട്ട് നോക്കിക്കോ അബൂബക്കറേ, ഒരു നോട്ടമാണ്, ഒരു നോട്ടമാണ്. സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ കണ്ണിലടിച്ചതുപോലെ ആ കണ്ണങ്ങ് ചുമ്മിപ്പോയി കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്തൊരു മഹത്വമുള്ള പരിശുദ്ധമായ വജ്ഹാണത്! ഓ സഹോദരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കണ്ടുകിട്ടാൻ പരിശ്രമിക്കണം. ഹുസൂരി ഇമാം പറഞ്ഞത്, ഹബീബായ തങ്ങളെ കാണാൻ എൻ്റെ റബ്ബ് എപ്പോഴാണ് എന്നെ ഒന്ന് തിരഞ്ഞെടുക്കുക എന്നാണ്. 4 നിലയ്ക്കല്ലേ റസൂലുള്ളാഹി തങ്ങളെ കാണുന്നത്. ഒന്ന് സ്വഹാബികൾ വിശ്വാസികളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. പിന്നൊന്ന് മുഅ്മിനീങ്ങൾ നാളെ മഹ്ശറയിൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഒന്ന് ജീവിതകാലത്ത് കണ്ടു, മറ്റൊന്ന് വഫാത്തിന് ശേഷം മഹ്ശറയിൽ മുഅ്മിനീങ്ങൾ കാണുന്ന ഒരു സന്തോഷമുള്ള കാഴ്ച. അല്ലാഹുവേ, ഭാഗ്യം തരണേ റബ്ബേ. പിന്നൊരു കാഴ്ച, അത് മുഅ്മിനീങ്ങൾ ഇഷ്കുള്ളവർ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. അതൊരു 3ാമത്തെ കാഴ്ചയാണ്, അതും ഒരു പവറാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു പവറുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്തിന് ശേഷം ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ യഖദത്തിൽ റസൂലുള്ളാഹിനെ കണ്ടാലോ, നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്ന
കാണുന്നൊരു കാഴ്ചയുണ്ട്. അതെത്ര പവറുള്ള കാഴ്ചയാ. സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുള്ള കണ്ടതുപോലെ മുതഅല്ലിമായി ഓതി പഠിക്കുന്ന സമയത്ത് എത്ര പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറയുമ്പോൾ കണ്ണ് നിറയും. റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ ഖൽബ് പൊട്ടും. റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ ഖൽബ് വറക്കും. സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു മറ്റു കുട്ടികളിൽ നിന്നൊക്കെ വ്യതിരിക്തനാകുന്നത് ബുദ്ധി കുറവാണ് എന്നെല്ലാവരും പറഞ്ഞാലും മദീന കേൾക്കുമ്പോ സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളെ കണ്ണു നിറയാതെ ഒരു കാലം കഴിഞ്ഞിട്ടില്ല. സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സഅദേ വരൂ നമുക്ക് നടക്കാം. അതേ മുതഅല്ലിമീങ്ങൾ ഇറങ്ങി നടക്കലില്ലേ, അതുപോലെ ഒരു നടത്തത്തിന് ക്ഷണിച്ചപ്പോ സഅദുദ്ദീൻ തഫ്താസാനി പറഞ്ഞു, ഞാൻ വരുന്നില്ല. എനിക്ക് പഠിച്ചിട്ട് എങ്ങനെയും എന്റെ മൈൻഡിൽ കയറുന്നില്ല, എനിക്ക് എങ്ങനെയും ഉള്ളിൽ കയറുന്നില്ല, ഹിഫ്ള് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. പിന്നെയും പഠിക്കുന്നു, പക്ഷെ തലയിൽ അങ്ങോട്ട് കയറുന്നില്ല. രണ്ടാമതും ഒരാൾ വന്നിട്ട് പറയുന്നു, സഅദേ നമുക്ക് നടക്കാൻ ഇറങ്ങാം, നീ വരുമോ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു മടക്കിയേച്ചു. പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാളതാ വന്നിട്ട് പിന്നെയും പറയുന്നത്, സഅദേ യദഉക റസൂലുള്ളാഹ്, നിന്നെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു സഅദേ. ഇതങ്ങ് കേട്ടപ്പോ ചെരുപ്പ് പോലും അണിയാൻ സമയം കാണാതെ നേരെ ഇറങ്ങി അങ്ങ് ഓടുകയാണ് സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നിട്ട് റസൂലുള്ള നിൽക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ലബ്ബൈക വ സഅദൈക യാ റസൂലല്ലാഹ്, ഞാനിതാ വന്നു നിൽക്കുന്നു നബിയേ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, സഅദേ അടിയന്തര ശ്രദ്ധക്ക് KA19 MF 0648 KA19 MF 0648 KA19 MF 0648 എന്ന വണ്ടി നടു റോട്ടിൽ നിർത്തിയിട്ടിരിക്കുന്നു. അതിൻ്റെ ഡ്രൈവർ എത്രയും പെട്ടെന്ന് അത് ആ റോട്ടിൽ നിന്ന് മാറ്റി ഇടണമെന്നറിയിക്കുന്നു. KA19 MF 0648 KA19 MF 0648 ആത്മീയ മജ്‌ലിസിന് വന്ന ഏത് ആളാണെങ്കിലും ആ വണ്ടി നടു റോട്ടിൽ നിർത്തിയിട്ടത് എത്രയും പെട്ടെന്ന് മാറ്റി ഇടണമെന്ന് അറിയിക്കുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പോയിട്ട്, നബിയേ ഞാനിതാ വന്നു. നബി തങ്ങളെ ചോദ്യം, എന്തേ മോനെ നിന്നെ 2-3 തവണ വിളിച്ചിട്ട് വരാത്തത് എന്താ? സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ പറഞ്ഞു, നബിയെ ഞാൻ അറിഞ്ഞിരുന്നില്ല, എനിക്ക് പഠിച്ചിട്ട് എങ്ങനെയും മെമ്മറിയിൽ കയറാത്തത് കൊണ്ട്, എനിക്ക് പിടുത്തം കിട്ടാത്തത് കൊണ്ട് പിന്നെയും പഠിക്കുന്ന സമയത്താണ് ഒരാൾ നടക്കാൻ വിളിച്ചത്. ഞാൻ പഠിക്കല്ലേ നല്ലത് എന്ന് ചിന്തിച്ചിട്ടാണ് വരാതെ പിന്നെയും പഠിക്കാനിരുന്നത്. 2-3ാമത്തെ തവണ വന്നപ്പോഴാണ് അവിടുന്നാണ് വിളിക്കുന്നത് എന്നോട് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ കാലിൽ ചെരുപ്പ് പോലും എടുത്തിട്ടില്ല നബിയേ, നേരെ ഇങ്ങോടി വന്നതാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഫ്തഹ് ഫക, നിന്റെ വായ തുറക്കൂ സഅദേ. സഅദ് റളിയല്ലാഹു അൻഹു വായ തുറന്നു. റസൂലുള്ളാഹി തങ്ങൾ ആ വായിലങ്ങ് തുപ്പിക്കൊടുത്തു. ഇനി പഠിക്കേണ്ടതില്ല, നീ പോയി ദർസ് നടത്തിക്കോ സഅദേ. സുബ്ഹാനല്ലാഹ്. വലിയ മുസന്നഫാത്തിന്റെ ഉടമയായ സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിലങ്ങ് കണ്ടെത്തി കളഞ്ഞു. റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ വാങ്ങി കൂട്ടിപ്പോയി. ഓ സഹോദരാ, ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അവരാഗ്രഹിക്കുന്നത് ആ കാഴ്ചയാണ്. അതാണ് അവർ താല്പര്യപ്പെടുന്നത്.
ഓടുന്നത് എനിക്ക് എന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണം. കസ്സഹരി ലാഹ മിൻ സദഫിൽ ലക്മാമി വൽഊദി ശുക്ക അൻഹുൽ ലിഹാഉ. ഞാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോൾ ബൂസൂരി ഇമാം ഇങ്ങനെ വർണ്ണിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗർഭം ചുവന്ന പൂവുകൾ അതിന്റെ പുറത്തേക്ക് പൂവിനെ വിടുന്നത് പോലെ, ഗർഭത്തിലുള്ള പൂവിനെ വിടുക എന്ന് പറഞ്ഞാൽ വിടർന്നു വരുന്ന പൂവിന്റെ ലാവണ്യം കണ്ടിട്ടില്ലയോ? ഇതുപോലെയാണ് എന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മാത്രമല്ല തോലുകൾ ചെത്തിക്കളയുമ്പോൾ ഊതുന്ന കൊള്ളിക്കെന്തൊരു സുഗന്ധമാ, അത്ര വലിയ സുഗന്ധമാണ് എന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിമളമായിരുന്നു ഹബീബായ തങ്ങൾ, സൗന്ദര്യത്തിന്റെ കേന്ദ്രമായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബായ തങ്ങളെ ചാരത്താണ് സഹോദരാ ഈ മനുഷ്യൻ പോയി നിൽക്കുന്നത്, നമ്മളങ്ങ് പോയി നിൽക്കുന്നത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്കെല്ലാ ആവലാദികളും ആ മജ്ലിസിൽ പറയണം, നമുക്ക് പലതും പറയണം. സഹോദരാ അവിടെ എത്താൻ, ഹബീബായ തങ്ങളെ മദീനയിലെത്താൻ നമ്മൾ പരിശ്രമിക്കണം. ആ പരിശ്രമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്. റസൂലുള്ളാഹിനെ കാണണോ? നീ കള്ളത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്താ നീ എനിക്ക് തർബിയത്ത് കിട്ടൂന്ന് വിചാരിച്ചിട്ട് നീ കുലുമഹലിനിറങ്ങിയാൽ നിനക്ക് അല്ലാഹ് അതിന് ഭാഗ്യം തരൂല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട മഹാന്മാരൊന്നും വ്യാജ ത്വരീഖത്തിലൂടെ കണ്ടതല്ല. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാൻ കാരണം ഇപ്പൊ അങ്ങനെ വ്യാപിക്കുകയാണ്, കിടക്കണ്ടോന്ന് ഞാൻ അറിയില്ല. ഒരു ത്വരീഖത്ത്, ഒരു ശൈഖ്, ഇതിന്റെ ബാക്കി കുറെ ആളുകൾ, അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. മഹാന്മാര് വളരെ രഹസ്യമായി അവരെ സമീപിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ദിക്റുകൾ പറഞ്ഞു കൊടുത്താൽ, ഞാൻ 5 ആളെ കൂട്ടിയിട്ടുണ്ട്, മുമ്പ് ഒരു കച്ചവടം ഉണ്ടായിരുന്നു ഇതുപോലെ, ഒരാൾ കൂടിയാ കൂടി ഞാൻ 5 ആളെ കൂട്ടിക്കോളും, എന്തോ ഒരു പേരുണ്ട്, അതുപോലെ ഒരാൾ കൂടി കഴിഞ്ഞാൽ പിന്നെ 5 ആളെ കൂട്ടും. അങ്ങനെ പിന്നെ കണ്ടോനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ത്വരീഖത്ത്. മാത്രല്ല ത്വരീഖത്തുമായി ബന്ധപ്പെടുന്ന ആളുകൾ എന്നോട് ഈ അടുത്തൊരാൾ ഒരു പരിപാടിക്ക്, ഒരു ഫംഗ്ഷന് പോയി പ്രസംഗിച്ചിട്ട് ഇറങ്ങിയ ഉടനെ എന്നോട് പറഞ്ഞു, ഒരു വലിയ ആചാര്യാണ് റഫീഖ് ആജി, എന്നോട് പറഞ്ഞു, അയാളെ പേരും പറഞ്ഞു ഖാദിരി എന്തിലോ, പിന്നെ കൂട്ടാനുണ്ട് ഖാദിരി, അയാൾ കൂട്ടി പറഞ്ഞത് ബാക്കി എന്താ പറഞ്ഞ ഓർമ്മയില്ല. ഏതായാലും അത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്തായാലും എൻ്റെ ഷെയ്ഖുമായി ബന്ധപ്പെടണം, ഖുതുബുസ്സമാൻ അയാളോട് ബന്ധപ്പെടണം. ഭയങ്കരമാണ് സംസാരിച്ചു. അവരെ കൂട്ടത്തിൽപ്പെട്ട വേറെ കുറെ ആളോട് അയാൾ പിന്നെ സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. വേറെ കുറെ ആളോട് നോക്കുമ്പോൾ ഞാൻ മെല്ലെ ഒരു ബാബിൽ അങ്ങ് തുറന്നു കൊടുത്തു നമ്മളെ ആലിമീങ്ങളെ പറ്റിയിട്ട്. അപ്പൊ നോക്കുമ്പോൾ വരുന്ന കുറ്റവും കുറെ ഇങ്ങനെ വരികയാണ്. ഈ ത്വരീഖത്ത് കൂടിയ ആളുകൾ ആലിമീങ്ങളെ ഇങ്ങനെ അങ്ങോട്ട് വിമർശിച്ച് വല്ലാണ്ട് അങ്ങ് വിമർശിക്കുന്നാണ്ടപ്പോ എനിക്ക് നല്ല റാഹത്തായി. എന്താണെന്നറിയോ? ഡൗട്ടിന് ഇടയില്ല. ഇവര് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് കിതാബ് വരുത്തി ബുദ്ധിമുട്ടാകണ്ട, ഇപ്പൊ തന്നെ തിരിഞ്ഞില്ലേ. കാരണം ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ നല്ല പ്രാവീണ്യവും പൂർത്തീകരണവും ഉണ്ടായിട്ട് കുറച്ചും കൂടി നന്നാകുന്ന മേഖലയാണ് ത്വരീഖത്ത്. ശരീഅത്ത് നന്നായി പാലിക്കുന്ന ആളുകൾക്ക് ബാത്റൂമിൽ കയറുമ്പോൾ എന്താ ചെല്ലണ്ട ഇവൻ ചെല്ലലില്ല, ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ ആവും ഇവനെ അറിയില്ല, ഒതു എടുത്തിട്ട് എങ്ങനെ അവൻ അറിയില്ല, അവന് ശൈഖിന്റെ ദിക്റേ അറിയുള്ളൂ. അങ്ങനെ ചെല്ലുന്നയാളല്ല, എല്ലാ ദിക്റും ചൊല്ലിയിട്ട് അതിന്റെ കൂട്ടത്തിൽ ത്വരീഖത്തിന്റെ ദിക്റുകളും ചൊല്ലുന്ന ആളുകളുടെ ഖൽബ് നല്ല പളുങ്ക് പോലെ ആയിരിക്കണം. മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു, മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? യൂഫ്രട്ടീസ് നദീതീരത്ത് തന്റെ മുരീദുമാർക്ക് ശിക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, തർബിയത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ ചെറുപ്പക്കാര് പിള്ളേർ യൂഫ്രട്ടീസ് നദിയിൽ വന്നിട്ട് തോണി കൊണ്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി, ചാടിയിട്ട് ബഹളുണ്ടാക്കാൻ തുടങ്ങി, വല്ലാതെ ഒച്ചപ്പാടുണ്ടാക്കുമ്പോ ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹുവിനോട് മുരീദുമാരിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞു, ശൈഖേ ഉസ്താദേ, അവര് നമ്മളെ സ്വീപ്പാക്കാനാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്, അതുകൊണ്ട് അവർക്കെതിരെ ഒന്ന് ദുആ ആരക്കണം കേട്ടോ. മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹുവിന്റെ ദുആ, റബ്ബേ ആ ചെറുപ്പക്കാർക്ക് ദുനിയാവിൽ നീ കൊടുത്ത സന്തോഷം പോലെ ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്.
ഇതായിരുന്നു ദുആ. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ഇഹ്യയിൽ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവർ ഈ ദ്വാർന്നപ്പോൾ ശിഷ്യന്മാർക്ക് ഭയങ്കര ബേജാറ്. അവർ ചോദിച്ചു, ശൈഖേ, അവർ ഹലാക്കാകാനല്ലേ ദ്വാരക്കാൻ പറഞ്ഞത്? നമ്മളെ സ്വൈപ്പാക്കുന്നയാള് നന്നാകാൻ വേണ്ടിയിട്ട് എന്തേ ദ്വാരുന്നത്? ഓഹോ, ആ സമയത്താണ് ശിഷ്യന്മാരോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, അവരിപ്പോൾ സന്തോഷിക്കല്ലേ, അവർക്ക് ആഖിറത്തിൽ സ്വർഗത്തിൽ അവരുടെ സന്തോഷം കിട്ടണമെങ്കിൽ ദുനിയാവിൽ അവർ ഈമാനോടെ ജീവിക്കണം. സ്വർഗത്തിൽ അവർ കടക്കുന്ന ആ ഒരു നല്ല പവറിൽ അവർ ദുനിയാവെന്ന് വിട പറയണം. ഈമാനോടെ മരിച്ചാലേ സ്വർഗത്തിലെത്തൂ, അച്ചടക്കത്തിൽ ജീവിച്ചാലേ സ്വർഗത്തിലെത്തൂ. അപ്പൊ സ്വർഗത്തിൽ അവർക്ക് സന്തോഷം കിട്ടണമെന്ന് പറഞ്ഞാൽ അവരും കൂടി നന്നാകണമെന്നാണ് അതിന്റെ അർത്ഥം. ശിഷ്യന്മാരെ, നിങ്ങൾ ബേജാറാകണ്ട. ഞാൻ പറയും, ഇതാ ത്വരീഖത്തിന്റെ ശൈഖ്, ഇതാ മുരീദുമാര്. ആ മുരീദുമാരെ ടെൻഷൻ അങ്ങ് മാറിപ്പോയി. എന്നാ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ തുടങ്ങി ഉടനെ മറ്റേ പണ്ഡിതന്മാരെ വേണ്ടി പാഞ്ഞു കയറില്ല. അപ്പൊ എന്തിനാ ഈ ത്വരീഖത്ത്? ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ളൊരു ത്വരീഖത്ത് ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഇപ്പം അറിയുമെന്നറിയും. ഒരാളെ മുരീദന്മാരാണെന്നുണ്ട്, അവര് പരിപാടി എന്നെന്താ അറിയും, നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അത് ഏത് വകുപ്പിൽ കൂട്ടാൻ പറ്റുമെന്നറിയില്ല. മൊബൈലിൽ ഇമാമിന്റെ ഖിറാഅത്ത് റെക്കോർഡ് ചെയ്യാം, ജുമാ ഖുതുബ റെക്കോർഡ് ചെയ്യാം, ഇതെല്ലാം നിസ്കാരം ഫാത്തിഹയൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ ശൈഖിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ ഇത് വെച്ചിട്ട് ഇത് ശരിയുണ്ടോ, ഇല്ല ശരിക്കും അങ്ങനെ വന്നിട്ടുണ്ടോ, മറ്റേ അവിടെ തന്നെ കയറിയിട്ടുണ്ടോ, ഇത് മൊബൈലിൽ പകർത്തിയിട്ട് ശൈഖിനെ കൊണ്ടുപോയി കേൾപ്പിച്ചിട്ട് നിസ്കാരം ശരിയും തെറ്റും നോക്കുന്ന ഒരു ത്വരീഖത്ത്. സുബ്ഹാന ജല്ല ജലാലു. എന്താണെന്ന് മനസ്സിലായി? എന്നോട് ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, ഈ ആവും ഹൂവല്ല ശരിക്കും അങ്ങ് വന്നിട്ട് അല്ലാഹ് സ്വീകരിക്കുന്നുണ്ടെന്ന് വലിയ ഉറപ്പുണ്ടോ? വലിയ ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞ ആ ശരിയാകണ്ടെന്നല്ല, ഫാത്തിഹ നന്നായിട്ട് ഓതണം, തെറ്റിയാൽ പഴിച്ചു പോകും. അതേ സമയത്ത് ത്വരീഖത്ത് കൂടിയാൾ നമ്മളെ നിസ്കാരം ഭയങ്കര നിസ്കാരമാണ്. ത്വരീഖത്തിൽ വരാത്തോൻ ഇമാമത്ത് നിന്നാ അവന്റെ ഹർഫുകൾ ശരിയല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് മാത്രമല്ല ഷഹാദത്ത് കലിമ. അതിന്റെ അർത്ഥം മൂലമാർക്ക് അറിയില്ല. നിങ്ങളെ ശൈഖിനോട് ചോദിക്കൂ, അയാള് പറഞ്ഞു തരുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് വ്യാജ ത്വരീഖത്ത് ഉണ്ടാക്കിയിട്ട് ആളുകളെ ബൈഅത്ത് ചെയ്യിപ്പിച്ചിട്ട് അതാ ചൈന ബിസിനസ് പോലെ പടർന്നു പന്തലിച്ച് പള്ളികൾ ഉണ്ടാക്കി, സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, സമുദായത്തിന്റെ ഇടയിൽ ഒരു പുതിയ മതമുണ്ടാക്കുന്ന പിഴച്ച ത്വരീഖത്തിന്റെ ആളുകളുണ്ടോ? അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റം പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ അവമതിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഐബുകൾ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ലേഖനം എഴുതുന്ന കിതാബ് വരുന്ന ബിദ്അത്തുകാരനുണ്ടോ? എല്ലാവരെയും അല്ലാഹു നന്നാക്കട്ടെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സത്ര വിശാലം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സകല ലോകത്തിനും അനുഗ്രഹമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആലമു എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം മുതലുള്ള എല്ലാ മലക്കുകളും, ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എല്ലാ മനുഷ്യരും, എല്ലാ ജിന്നുകളും, എല്ലാ സൃഷ്ടികളുമാണ് ആലം. ആലമിന് അനുഗ്രഹമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾക്കും റസൂലുള്ളാഹ് റഹ്മത്തായിട്ടല്ലാതെ ഇല്ല. എല്ലാവരും നന്നാകണമെന്നല്ലേ അവിടുത്തെ ആഗ്രഹം. എല്ലാ ഉമ്മത്തിൽപ്പെട്ടവരും നേരെയാകണമെന്നല്ലേ അവിടുത്തെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാ ശബ്ദം കേൾക്കുന്നവരോടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ശ്രദ്ധിക്കുന്നവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നന്മയുടെ ഭാഗത്തേക്ക് വന്നോ. ഇവിടെ വന്ന ആളുകൾ ഒരുപാട് മാരകമായ രോഗികൾ, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ, ആശുപത്രികളിൽ നിന്ന് നേരെ ആംബുലൻസ് ആക്കിയിട്ട് ബായാറ് സ്വലാത്തിന് വന്നു പോകുന്ന ആളുകളുണ്ട്. ഒരുപാട് ഈ സമയത്ത് പോലും ഈ എത്രയോ വാഹനങ്ങളിൽ എത്രയോ രോഗികൾ കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ റൂമും തങ്ങളെ കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോഴും പറഞ്ഞു, ഒരു രോഗി കാറിലുണ്ട്. സഹോദരാ, രോഗികൾക്ക് അല്ലാഹു സലാമത്ത് നൽകട്ടെ. കാലിൽ നിന്നിട്ട് പ്രസംഗിക്കുമ്പോ കാല് വേദന മുസ്ലിയാർക്ക് മനസ്സിലാകൂല. ഇരുന്നിട്ട് വഅദ് കേൾക്കുന്നവനെ, നടുവിന് വേദനയില്ലെങ്കിൽ നടുവേദന നിനക്ക് മനസ്സിലാകില്ല. അതേ സമയത്ത് സഹോദരാ, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്ത് നിലനിർത്തി തരട്ടെ. രോഗികളായ ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. എല്ലാവർക്കും ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ബായാർ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉപ്പാപ്പയുടെയും അവിടുത്തെ ഉപ്പാപ്പമാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയും എത്തുന്ന അവിടുത്തെ കുടുംബ
പരമ്പരയുടെയും ബറക്കത്തുകൊണ്ട് അല്ലാഹു ഇവിടെ മുഴുവൻ ആളുകൾക്കും റഹ്മത്ത് ചെയ്യട്ടെ. അനുഭവമില്ലാതെ ഒരാളും ഇങ്ങോട്ട് വരില്ല, അനുഭവമില്ലാതെ ആരും ഇങ്ങോട്ട് കടന്നു വരില്ല. എത്ര പ്രയാസം സഹിച്ചിട്ടാണ് തിരുവനന്തപുരക്കാരൻ ഇവിടെ എത്തുന്നത്, എത്ര പ്രയാസം സഹിച്ചിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ആളുകൾ ഇവിടെ വരുന്നത്. ഓ സഹോദരാ, ഇത് പ്രസ്റ്റേജിന് ഒരു വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയല്ല. ഇനി ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ജനങ്ങൾ അതൊക്കെ സാക്ഷി നിർത്തുകയാണ്. ഈ ജനങ്ങളൊക്കെ ഇത് കാണുന്നവരും കേൾക്കുന്നവരുമാണ്. എല്ലാവർക്കും തങ്ങളുടെ ബഹുമാനം പറയാനുണ്ട്, എല്ലാവർക്കും തങ്ങളുടെ മധുഹ് പറയാനുണ്ട്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് നേരിട്ട് നമ്മുടെ കിതാബ് കണ്ട അനുഭവം, ഒരാൾ പറഞ്ഞ അനുഭവം ആകുമ്പോൾ അതിനേക്കാൾ വലുതല്ലേ. പുക കാണുമ്പോ തീയുണ്ട് എന്ന് ഉറപ്പായി, അടുത്ത തീ കാണുമ്പോ ഇവിടെ തീയുണ്ട് എന്ന് ഉറപ്പായി, തീയിലൊന്ന് കൈവച്ച് നോക്കി പൊള്ളി നോക്കും, അതിനേക്കാൾ ഉറപ്പായില്ലേ. ഇത് പറഞ്ഞതുപോലെ എനിക്ക് ഇവിടെ തൃക്കരിപ്പൂര് അൽ മുജമ്മഉൽ ഇസ്ലാമി ആ സ്ഥാപനത്തെ അല്ലാഹു വളർത്തി തരട്ടെ. ഞാനിപ്പോ ചെറുവത്തൂര് ദർസ് നടത്തുന്ന മർക്കസ് ദഅവത്തി സുന്നിയ 2 വർഷമായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ദഅവ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു അതും വളർത്തി തരട്ടെ. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മുജമ്മഉ അല്ലാഹു ഇതിനെയും വളർത്തി തരട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ജാമിഅ സഅദിയ, മദ്ഹർ, മുഹിമ്മാത്ത് ഒക്കെ അല്ലാഹു വളർത്തി തരട്ടെ. തൃക്കരിപ്പൂർ മുജമ്മഉൽ ബഹുമാനപ്പെടുന്നതിന്റെ ബാനിയായിരുന്ന സി ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇവരുടെ 1ാമത്തെ ആണ്ട് നേർച്ചയ്ക്ക് ഒരു ദിവസത്തെ വാഴ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തും തൗഫീഖും ഹിമ്മത്തുമുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ മഹാനായ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ഇസ്ലാമിക ദഅവത്തിനും നവജാഗരണത്തിനും നേതൃത്വം നൽകുന്ന സുന്നി കൈരളി ലോകത്തിന് സമ്മാനിച്ച അനുഗ്രഹീത പണ്ഡിതൻ മഹാനായ സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ഹിമ്മത്ത് നൽകട്ടെ. ആ മഹാനായ ഉസ്താദ് അവറുകൾ വന്ന് ഉസ്താദിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പള്ളിയിലേക്ക് വന്നു. അന്നൊരു മണിയാകും, ഏകദേശം പനി തുടങ്ങി. രാവിലെ എഴുന്നേറ്റിട്ട് അനങ്ങാൻ പറ്റണില്ല, വുളൂ ചെയ്യാൻ പറ്റുന്നില്ല, വല്ലാതെ വേദന. സുബഹി നിസ്കാരമൊക്കെ വല്ലാതെ എങ്ങനെയൊക്കെയോ പ്രയാസപ്പെട്ട് നിസ്കരിച്ച് കിടക്കാനും പറ്റണില്ല, നടക്കാനും പറ്റില്ല. കൈയിന്റെ മുട്ട്, കാലിന്റെ മുട്ട്, എല്ലാ കെണിപ്പും ഭയങ്കര വേദന. എന്താന്ന് മനസ്സിലാകുന്നില്ല, വല്ലാത്ത വേദന. അങ്ങനെ ഒരാളുടെ വണ്ടി പിടിച്ച് ചെറുവത്തൂര് ജോലി ചെയ്യുന്ന അടുത്ത ടൗണിൽ ഹോസ്പിറ്റലിൽ പോയി, ഗവൺമെന്റ് ആശുപത്രിയിൽ. അവിടെ ഡോക്ടറെ അടുത്തേക്കാണ് പോയത്. ഗവൺമെന്റ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ഉണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത്, പ്രവീൺ കുമാർ എന്ന് പറഞ്ഞിട്ട്. അയാളെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അവിടുത്തെ ഇവിടെ സമയമായി പോയി, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു, ഇപ്പം നോക്കിയാലേ പറ്റൂ. എങ്ങനെയും പറ്റൂല, നിങ്ങൾ അവിടെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, നിങ്ങൾ അവിടെ രോഗികൾ അഡ്മിറ്റ് ആക്കുന്ന ഒരു ബിൽഡിംഗ് അവിടെ വന്നാൽ മതി. അങ്ങനെ ഞാൻ വേഗം അതിൽ കയറിയിട്ട് അവിടെ വന്നു. അപ്പോൾ അയാൾ വന്ന ഉടനെ എന്നെ നോക്കിയിട്ട് ഒരു കടലാസ് എഴുത്തുന്നത് പറഞ്ഞു, ടെസ്റ്റ് ചെയ്തിട്ട് വന്നു. രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ പിടിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പള്ളിയിൽ പോയി നിൽക്കാൻ പറ്റണില്ല. പള്ളിയിലേക്ക് പോയി 2ാമത് തിരിച്ചു വന്നിട്ട് നോക്കി ഇയാളെന്നോട് ചോദിച്ചു, എവിടുന്ന് ആ സംഘടിപ്പിച്ചെടുത്തതെന്ന് ഇയാൾ ചോദിച്ചത്. ഞാൻ ചോദിച്ചാൽ എന്താണ്? മഞ്ഞപ്പിത്തമാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടല്ലേ പറയുന്നത്, ഡോക്ടർ നോക്കി പറഞ്ഞല്ലോ. അപ്പൊ ഏതായാലും വല്ലാതൊരു ബേജാറായി, ഒരുപാട് പരിപാടികളും പ്രയാസങ്ങളും. അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ മഞ്ഞപ്പിത്തം പിടിച്ച് കിടന്നാൽ അതൊരു വല്ലാത്തൊരു രോഗമാണല്ലോ. അപ്പൊ ഏതായാലും അത്തരം രോഗങ്ങളെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ വണ്ടിയിൽ നാട്ടിലേക്ക് തന്നെ പോയി. വീട്ടിലെത്തിയിട്ട് വീട്ടുകാർക്കും ഭയങ്കര ബേജാറായി, ഉമ്മക്ക് എല്ലാവർക്കും ടെൻഷൻ, മഞ്ഞപ്പിത്തം പിടിച്ചെന്ന് അതൊരു ബേജാറ്. ഞാൻ എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. തങ്ങളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു തങ്ങളോട്, തങ്ങളെ വല്ലാതെ പനിയുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മഞ്ഞപ്പിത്താണെന്നാണ് പറഞ്ഞത്. തങ്ങൾ ദ്വാരക്കണം, മരുന്നൊക്കെ ഇതൊന്നും കുടിച്ചിട്ടില്ല. തങ്ങൾ എന്നോട് പറഞ്ഞു, മരുന്നൊക്കെ വാങ്ങിയിട്ട വീട്ടിലേക്ക് വന്നു. തങ്ങൾ എന്നോട് പറഞ്ഞു അതൊക്കെ സുഖമായി പോയി മിസ്ബാഹി, അതൊക്കെ ഞങ്ങൾ സുഖമായി. പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്തിന് അതൊക്കെ സുഖമായി. നിങ്ങൾ സൂറത്തുൽ ഇൻഷിറാഹ് 7 പ്രാവശ്യം, സ്വലാത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം ഒരു വെള്ളത്തിൽ ഊതി കുടിച്ചു. ഞാൻ മഗ്‌രിബിന് ശേഷം അത് ഓതിയിട്ട് കുടിച്ചു. അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്ക് പനി കുറച്ച് കുറഞ്ഞു. കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഞാനിപ്പം നമ്മുടെ ചെറുവത്തൂർ സോൺ SYSന്റെ സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ മിസ്ബാഹി, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വന്നത്. എനിക്ക് വണ്ടിയൊന്നും കയറാൻ ഭയങ്കര വിഷമമായതുകൊണ്ട് ഒറ്റയ്ക്ക് പോകേണ്ട ക്ഷീണം. അങ്ങനെ വന്നിട്ട് രക്തം ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നും ടെസ്റ്റ് ചെയ്തു. ആ ലാബ് ശരിയില്ലെങ്കിലും വെച്ചിട്ട് പുറത്തുനിന്ന് ടെസ്റ്റ് ചെയ്തു, പ്രൈവറ്റ് ആയിട്ട്. അങ്ങനെ 2 ടെസ്റ്റ് അവിടെ നടത്തിയിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പരുവ പ്രശ്നം തന്നെ ഇല്ല, നിങ്ങൾക്ക് മഞ്ഞപ്പിത്തേ ഇല്ല, ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ആകെ മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞു മന്ത്രിച്ചിട്ട് കുറിച്ച് വെള്ളമാണ്.
അപ്പൊ ജമാഅത്തുകാരൊക്കെ മുദരിസല്ലേ പനീച്ച് കിടക്കും മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ ബഹുമാൻ ആദരവോടെ അവരും വണ്ടിയിലെടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ തൻ്റെ മുട്ട ഉള്ളിൽ കയറിക്കും, കാൽബിൻ്റെ ഉള്ളിൽ കയറും, മറ്റടുത്ത് കയറും. അതുകൊണ്ട് നിങ്ങൾ തലപ്പുറം വേണ്ടി ഇതിനു വേണ്ടി മാത്രം ചികിത്സിക്കുന്ന ഒരു സ്ഥലം അവിടെ ഒന്ന് പോകണം. അങ്ങനെ ഞാൻ ഏതായാലും ഇവരെല്ലാം പറഞ്ഞതല്ലേ, എന്നാലും ഒന്ന് പോയി ഉറപ്പിക്കാം. എന്തുറപ്പിക്കാൻ? എനിക്ക് മഞ്ഞപ്പിത്തം എല്ലാം ഉറപ്പിക്കാനല്ല, തങ്ങളെ കറാമത്തൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഏതായാലും ഒന്നും കൂടെ പോയി. അന്നും ജബ്ബാർ മിസ്ബാഹ് എന്നെ കൂടെ. അങ്ങനെ അവിടെ എത്തി ഒരു വീട്ടിലാണ്, ക്രിസ്ത്യാനികളുടെ വീട്ടിലാണ്. ആ വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ ഞങ്ങളെ കണ്ട മഞ്ഞപ്പിത്തായിരിക്കും അല്ലേ എന്നുള്ളത്. അത് അവർ കറാമത്തോണ്ട് പറഞ്ഞല്ല. ആ ഭാഗത്ത് അന്ന് ചപ്പാരപ്പടവ്, അൽമക്കർ, ആ ഭാഗത്തൊക്കെ നൂറുകണക്കിന് മഞ്ഞപ്പിത്ത രോഗികൾ. അന്ന് എല്ലാ ക്യാമ്പസിലും മഞ്ഞപ്പിത്തം പിടിച്ച സമയമാണ്. അപ്പൊ അതുകൊണ്ട് അവർ ഞങ്ങളെ കാണുമ്പോൾ തന്നെ തലയെ കെട്ട് കാണുമ്പോൾ തന്നെ അവർ മഞ്ഞപ്പിത്തായിരിക്കും അല്ലേ എന്ന്. ആന്ന് പറഞ്ഞു. അല്ല, മഞ്ഞപ്പിത്ത സംശയമാണെന്ന്. അവിടെ ഒരു SP ലാബ് എന്നുള്ള സ്ഥലമുണ്ട്, അവിടെ അവർ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. അവിടെ പോയി ടെസ്റ്റ് ചെയ്തു. അതിന്റെ മുമ്പ് തന്നെ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടുത്തെ ഒരു സർജനെ കയറി കാണിച്ചു. അപ്പൊ അയാൾ കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മഞ്ഞപ്പിത്തം ഇല്ല, നിങ്ങൾ ആരാ മഞ്ഞപ്പിത്തം? അപ്പൊ ഞാൻ ഈ ആദ്യത്തെ ടെസ്റ്റ് എടുത്ത് കാണിച്ചു. ഓ, ഇല്ല, നിങ്ങൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടല്ലോ. അപ്പൊ 2 ദിവസം മുമ്പ് കാണിച്ചതിൽ മഞ്ഞപ്പിത്തം ഉണ്ട്. അതിനുശേഷം കാഞ്ഞങ്ങാട് ചെയ്ത 2 ഇപ്പോൾ ചെയ്തതിലും തീരെ മഞ്ഞപ്പിത്തം ഇല്ല. അപ്പൊ ഇയാളോട് ചിങ്ങളെന്ന് മരുന്ന് ഉപയോഗിച്ചു. ഞാൻ മരുന്ന് ഉപയോഗിച്ചിട്ട് തങ്ങള് മന്ത്രിക്കാൻ പറയും, മന്ത്രിച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. അതന്നെയാണ്, വേറെ ഒന്നുമില്ല. ഞാൻ പറയുന്നത് രോഗം അള്ളാഹു തരുന്നതാണ്. അത് മാറ്റാൻ അള്ളാഹു ചില കാരണങ്ങൾ വെക്കും. മഹാന്മാർ അവരുടെ നാവിലൂടെ ഒരു കാര്യം പറഞ്ഞാൽ ലൗ അഖ്സമ ബില്ലാഹി ലഅബറ. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒരു ടീമുണ്ട്. അവർ അള്ളാഹുവിനെ കാണുമ്പോൾ ചിലപ്പോൾ അവർ വലിയ ഉഷാറാകണമെന്നില്ല, എന്നാൽ അവർ അള്ളാഹുവിനെ പിടിച്ചിട്ടൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹ് അപ്പോൾ തന്നെ അത് പ്രാബല്യത്തിൽ വരുത്തും കേട്ടോ. ഗൗരവമായി അവരെ പരിഗണിക്കണം കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരന്മാരെ, ഇതുപോലെ നമുക്ക് പലർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞത് ഈ അനുഭവങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തങ്ങൾക്ക് അതിനുള്ള പവർ ഒന്ന് തങ്ങളാണ്, മറ്റൊന്ന് നല്ല ഹാരിമാണ്, പിന്നൊന്ന് നല്ല ആഷിഖുർ റസൂലാണ്, സുന്നത്ത് ജമാഅത്തിന്റെ കടുകട്ടിയുള്ള സംസാരമാണ്. പിന്നെയോ കാണാൻ വരുന്ന ആളുകൾ എത്ര തിരക്കുണ്ടായാലും പ്രയാസമില്ലാതെ അവരെ കാണാൻ നിൽക്കുകയാണ്. എത്രയോ പ്രയാസങ്ങൾ. മലപ്പുറത്ത് ഞാൻ ദിവസം ചെറുവത്തൂർന്ന് പോയിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ദിവസം 500-ലധികം ടോക്കനാണ് കൊടുക്കുന്നത്, ഇപ്പൊ തന്നെ 10-200 ആൾ ഇവിടെ ഉണ്ട്, അസറിനാണ് എത്തിയത്. സുബ്ഹാനല്ലാഹ്, നൂറുകണക്കായ ആളുകൾ. ഇന്നലെ ഞാൻ ഇവിടെ എന്റെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ ഇവിടെ തങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ട് ഉമ്മാക്ക് ക്യാൻസറാണ്, ചെറുവത്തൂരിന്റെ അടുത്ത് കൈതക്കാട് എന്ന സ്ഥലത്ത് നിന്നാ വന്നത്. ഉമ്മാക്ക് ക്യാൻസറാണ്, അതുകൊണ്ട് തങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുകയാണ്, ഒരുപാട് ആളുകളുടെ. ഉമ്മ ഇപ്പൊ ക്ഷീണത്തിൽ വീണുപോകും, വലിയ പ്രയാസമാണ്. രാവിലെ വന്നിട്ട് ഉച്ചയായി തങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. നൂറുകണക്കായ ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ വിളിച്ചിട്ട് അന്വേഷിച്ചു, രോഗം കടുപ്പമുള്ളതായതുകൊണ്ട് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യേണ്ട, നിന്നോട്ടെ. കാരണം അതിനേക്കാൾ വലിയ ആളുകൾ ഉണ്ടാകും, വലിയ പ്രയാസമുള്ളവരുണ്ടാകും. ഒരാളുടെ റെക്കമെൻഡും സ്വീകരിക്കാൻ പറ്റൂലല്ലോ ചില സമയങ്ങളിൽ സഹോദരങ്ങൾ. പക്ഷെ രോഗം കലശലായതുകൊണ്ട്, കടുപ്പമുള്ളതായതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ആൾ ഉസ്താദുമാരെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് കാണിക്കാൻ സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് കാണിച്ചു. തങ്ങളതിന്റെ വിഷയങ്ങളും പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞത് ഇത്ര നൂറുകണക്കായ രോഗികൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഈ സദസ്സിലേക്കും അതുപോലെ പ്രൈവറ്റായും കാണാൻ വരുന്നത് അവിടുത്തെ വായിൽ നിന്നൊന്ന് വീണ് കിട്ടാനാണ്, ഒന്ന് പറഞ്ഞു കിട്ടാനാണ്. അങ്ങനെ പറയുമ്പോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാദിഖാക്കുന്നത്, അല്ലാഹു തആല അത് ഏറ്റെടുക്കുന്നത് അവിടുത്തെ ഈമാനിന്റെ കടുപ്പമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്തിലേക്കാണ് ബായാറു സ്വലാത്ത് മുഅ്മിനീങ്ങളെ ക്ഷണിക്കുന്നത്. അല്ലാതെ ഇതിന്റെ പിന്നിൽ മറ്റൊരു കുതന്ത്രവുമില്ല, ഒരു മെസ്മറിസവുമില്ല, ഒരു വല്ലാതെ കൺകെട്ടുമില്ല. തങ്ങളതാ പരസ്യമായി പറയുന്നു, ജനങ്ങൾ പരസ്യമായി ഏറ്റെടുക്കുന്നു. ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയട്ടെ, ഈ സ്വലാത്ത് മജ്ലിസിൽ വന്നിട്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയാത്ത ആള് നിസ്കരിക്കുന്നവരാകണം, സ്വലാത്ത് ചൊല്ലാത്ത ആളുകൾ സ്വലാത്ത് ചൊല്ലുന്നവരാകണം, സുന്നത്ത് നിസ്കരിക്കാൻ മടിയുള്ളവർ സുന്നത്ത് നിസ്കരിക്കുന്നവരാകണം. അങ്ങനെ ഈമാനിന്റെ ഒരു പവറും കൂടി ഇവിടെ ഉണ്ടാകും. അത് ഉണ്ടാക്കിയെടുക്കാനും കൂടി ഇത്തരം മജ്ലിസുകൾ കൊണ്ട് നമുക്ക് കഴിയണം. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്നവർക്ക് മാത്രം വിജയം. ഈ എല്ലാ നന്മകളും ഈ എല്ലാ ഗുണങ്ങളും ദുനിയാവിൽ നമുക്ക് കിട്ടുമ്പോൾ എല്ലാവരും ഇതിനേക്കാൾ വലിയ പ്രയാസത്തിൽ, ക്യാൻസർ അല്ല,
മാരകമായ ട്യൂമറല്ല, കാലിന് വേദനയില്ല, നടുവേദനയില്ല, എല്ലാ രോഗങ്ങൾക്കും അപ്പുറം കടുപ്പമുള്ള പ്രയാസം സഹിക്കുന്ന ഒരു ദിവസം വരാനില്ലേ? അതാ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, ഒരു ദിവസത്തിന് 50,000 വർഷത്തെ ദൈർഘ്യമുള്ള മഹ്ശറ. ആ മഹ്ശറയിലും നമ്മുടെ കൈപിടിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ദുനിയാവിലെ പ്രയാസങ്ങൾ നീ തീർക്കാൻ റസൂലുള്ളാഹി തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവിടുത്തെ മക്കളെ ആദരവ് പ്രകടിപ്പിച്ചവരുടെ കൈപിടിച്ച് ഖുദ്മത്ത് ചെയ്ത് അവരത് ബർക്കത്തിന് വേണ്ടി അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് നിന്റെ കാര്യം നേടുന്നത് പോലെ നാളെ ആഖിറത്തിലെത്തിയാലോ സഹോദരാ, ഒരു ജാണകല ഇന്ന് കോടാനിക്കോടി മൈലുകൾ ഉയരത്തിൽ നിൽക്കുന്ന സൂര്യൻ, ഒരു ജാണകല കത്തി നിൽക്കുന്ന വലിയ പ്രയാസമുള്ള മഹ്ശറ, ചെമ്പിന്റെ തറ പോലെ പഴുത്തു നിൽക്കുന്ന തറയാണ് നിലത്തുള്ളത്. പക്ഷെ നിലത്ത് കാല് വെക്കാൻ കഴിയുന്നില്ല, വെക്കാതിരിക്കാനും പറ്റുന്നില്ല. വലിയ പ്രയാസമുള്ള സമയത്ത് ആ മഹ്ശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓരോരുത്തരുടെയും ഇബാദത്തിന്റെ തോതനുസരിച്ച് വിയർപ്പിൽ ഇങ്ങനെ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്ന വലിയ പ്രയാസമുള്ള സ്ഥലമല്ലേ അത്? ഓരോരുത്തരും നഫ്സി നഫ്സി, എന്റെ ശരീരമെന്ന് പറഞ്ഞു ഓടുന്ന സമയമല്ലേ അത്? ഒരാളും മറ്റൊരാളെ ചിന്തിക്കാതെ, പാപ്പ മകനെ കാണുമ്പോൾ ഓടിപ്പോവുകയാണ്, ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ ഓടുകയാണ്, മക്കളെ സ്നേഹത്തോടെ വളർത്തിയ ഉമ്മ ഓടുകയാണ്, ഉമ്മഹാനെ കാണുമ്പോ മക്കൾ ഓടുകയാണ്, എന്നോട് സഹായം ചോദിക്കണ്ട. അങ്ങനെ പറഞ്ഞ് പ്രയാസപ്പെടുന്ന വല്ലാത്തൊരു സമയത്ത് തണലായി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദം നബി മുതലുള്ള അമ്പിയാക്കളെ സമീപിച്ച് വിഷമിച്ചു പോയ ഉമ്മത്ത് റസൂലുള്ളാഹിനെ സമീപിച്ചിട്ട് ശഫാഅത്തിന് വിളിക്കാൻ, സുബ്ഹാനല്ലാഹ്, ഹിസാബിനെ വിളിക്കാൻ ഒന്ന് ശഫാഅത്ത് ചോദിക്കുമ്പോ അനലഹാ, ഞാൻ അതിന്റെ അവകാശി തന്നെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമേറ്റെടുത്ത് അല്ലാഹുവിന്റെ അർശിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് ഹബീബായ തങ്ങളെ സ്നേഹത്തോടെ അല്ലാഹു വിളിച്ചു, മുഹമ്മദ് നബിയെ തല ഉയർത്തിക്കോ, സ്വലാത്ത് ചെയ്യണ്ട, സ്വലാത്ത് അതാ സുജൂദ് ചെയ്യണ്ട. എനിക്ക് എത്രയോ തവണ സുജൂദ് ചെയ്ത് ഒരു സ്ഥലവുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുജൂദ് പോലെ പവറുള്ള ഒരു സുജൂദ് ഏറ്റ സ്ഥലം റസൂലുള്ളാഹി തങ്ങളെ നെറ്റി വെച്ചതുപോലെ പവറുള്ള ഒരു സ്ഥലമുണ്ടോ? റസൂലുള്ളാഹി തങ്ങളെ നിസ്കരിച്ചു. മഹാന്മാര് പറയാണ്, ഞാനങ്ങ് നിസ്കരിച്ചു, റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ചു. അൽ ബഖറ സൂറത്ത് റസൂലുള്ളാഹി ഓതി. ഞാൻ കരുതി ഒരു 100 ആയത്തെത്തുമ്പോ ഇവിടെ റുകൂ പോകായിരിക്കുമില്ല. 100 കഴിഞ്ഞു, സൂറത്ത് കഴിഞ്ഞു, സൂറത്തു നിസാ ഓതി രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ അതും അങ്ങ് കഴിച്ചു. ആലോ ഇമ്രാൻ സൂറത്ത് ഓതി, അതും കഴിഞ്ഞിട്ടാണ് റുകൂ പോകുന്നത്. റുകൂ ആണെങ്കിലോ അതാ ഖിയാമിനോട് ഏകദേശം അടുത്ത ഒരു റുകൂ ആണ്. പിന്നെയാണ് ഇഅ്തിദാൽ, അത് റുകൂഇനോട് ഏകദേശം അടുത്ത ഒരു ഇഅ്തിദാലാണ്. പിന്നെ സുജൂദിലങ്ങ് പോയി, സുജൂദ് റുകൂഇനോട് അടുത്തൊരു സുജൂദാണ്. ഈ നിലക്ക് വല്ലാത്തൊരു നിസ്കാരമല്ലേ ഹബീബായ തങ്ങൾ നിസ്കരിച്ചത്? ആയിഷ ബീബിയുടെ ചോദ്യം, യാ റസൂലല്ലാഹ്, എന്തിനാണ് അങ്ങ് ഇത്രമാത്രം നിസ്കരിക്കുന്നത്? കാല് നീര് വെക്കുന്നല്ലോ ഹബീബേ. ളലംതു സുന്നത മൻ അഹ്യല്ലാഹ ഇലാഹ അനിസ്തഖത് ഖദമാ ളുറാ മിൻ വഹറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാദങ്കാല് നീര് വെച്ചിട്ട് നിസ്കരിക്കുന്നത് എന്തിനാണ്? എല്ലാ ദോഷങ്ങളും അല്ലാഹ് മാപ്പ് ചെയ്തു, ദോഷം വരാതെ അല്ലാഹ് ഇസ്മത്ത് നൽകിയ ഹബീബായ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്ന് പറഞ്ഞ് നിസ്കരിച്ചത് ഞാൻ കണ്ടിരുന്നു നബിയേ. ഇന്ന് കോടാനകോടി അടിമകളുള്ള ഈ മഹ്ശറയിൽ അങ്ങയുടെ വിശുദ്ധമായ നെറ്റിത്തടം ഇവിടെ വെക്കണ്ട
നബിയേ, അല്ലാഹു സ്നേഹത്തോടെ ഹബീബിനെ വിളിച്ചിട്ട് ചോദിച്ചോ എന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ ചോദ്യം ഉമ്മത്തികളെ ഹിസാബിന് വിളിക്കണേ അല്ലാ. ആ ഒരു വല്ലാത്ത ദിവസമുണ്ട് സഹോദര. യൗമ തബിയല്ലു വുജൂഹും വതസ്വദ്ദു വുജൂഹ്. മുഖം വെളുത്തവര് മുഖം കറുത്തവര് രണ്ട് കാറ്റഗറിയിലായി നിൽക്കുന്നു, രണ്ട് സ്റ്റാൻഡേർഡിലായി നിൽക്കുന്നു. മുഖം വെളുത്തവര് വിജയികളാ, മുഖം പരാജയപ്പെട്ടവര് വല്ലാത്തവരാ. അങ്ങനെ പരാജയപ്പെടുന്ന ഒരു വിഭാഗം, അവർക്ക് ഇടത് കൈയിലാണ് കിതാബ്, ഇടതു ഭാഗത്തൂടെ പിൻഭാഗത്തൂടെ വന്നിട്ടാ കിതാബ് കൊടുക്കുന്നത്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു കിതാബാ അല്ലാഹ്, ഞാൻ എത്രയോ രഹസ്യമായി ഗോപ്യമായി ചെയ്തു പോയ, വളരെ നിസാരമായി കരുതിപ്പോയ തെറ്റുകളും അതാ ഡേറ്റ് മാറാതെ, കൊല്ലം മാറാതെ, മാസം മാറാതെ, മണിക്കൂർ മാറാതെ, മിനിറ്റ് മാറാതെ, സെക്കൻഡ് മാറാതെ വളരെ കറക്റ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലാ. ഇതെന്തൊരു അത്ഭുതത്തിന്റെ കിതാബാ. എന്റെ നാശമേ എന്ന് വിളിച്ച് പ്രയാസപ്പെടുന്ന ഒരു സമയമാണത്. അതേ സമയത്ത് വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന വെളുത്ത മുഖമുള്ളവരുണ്ട്, മുഖം പ്രകാശിക്കുന്നവരുണ്ട്. ഇന്നീ ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ, ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടും, എനിക്ക് ഹിസാബ് ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ വന്നത്. പഠിച്ചിട്ട് വന്ന വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് എഴുതി പാസ്സായിട്ട് പുറത്തിറങ്ങിയിട്ട് ആള് ചോദിക്കുമ്പോൾ നല്ല പരീക്ഷ എന്ന് പറയുന്നു, ഞാൻ പരീക്ഷയ്ക്ക് അധ്വാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എന്റെ ഹിസാബ് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിട്ട് വന്ന ആളാ, എനിക്ക് പ്രയാസമില്ല എന്ന് പറയുന്ന ദിവസമില്ലേ ഓ സഹോദരാ. അവിടെയുമുണ്ട് നമുക്ക് ഹെൽപ്പായിട്ടൊരു വിഭാഗം, അവിടെയുമുണ്ട് കിതാബ് കൊടുക്കപ്പെടുന്ന സമയത്തുമുണ്ട് ഹെൽപ്പായിട്ടൊരു വിഭാഗം. അതല്ലേ സയ്യിദുനാ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത്, ആലുൻ നബീ ദരിഅതി വഹുമു ഇലൈഹി വസീലതി. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബം അവര് മുറിഞ്ഞിട്ടില്ല. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമുള്ള രക്തം ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അർജിസ അഹ്ലൽ ബൈത്തി വയുത്ഹിറുകും തത്ഹീറാ. ഈ സൂറത്ത് ഈ ആയത്ത് ഇറങ്ങിയപ്പോ അഹ്ലു ബൈത്തിനെ വിളിച്ചിട്ട് നിങ്ങളെ അല്ലാഹു ശുദ്ധിയാക്കാൻ വേണ്ടി അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന ആയത്ത് ഇറക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, ജഅഫർ സ്വാദിഖ് തങ്ങളെ വിളിച്ചു, ഫാത്തിമ ബീവിയെ വിളിച്ചു, അലിയാർ തങ്ങളെ വിളിച്ചു, ഹസൻ ഹുസൈൻ തങ്ങളെ വിളിച്ചു. മക്കളെ ഒരു പുതപ്പിന്റെ ഉള്ളിലാക്കിയിട്ട് മൂടിയിട്ട് അല്ലാഹുമ്മ ഹൗലായി അഹ്ലു ബൈത്തി, ഇവരെന്റെ അഹ്ലു ബൈത്താണ് അല്ലാഹ്, ഫഅദ്ഹിബു അൻഹും ദിജസ, ഇവരെ തൊട്ട് മോശമായതൊക്കെ അങ്ങ് വൃത്തിയാക്ക്, ഫതഹിറുഹും തത്ഹീറാ, ഇവരെ ഒന്ന് ശുദ്ധിയാക്കല്ലാഹ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ആ ഫാത്തിമ ബീവിന്റെ മക്കളുണ്ട്, അവരുടെ മക്കളുണ്ട്. ആ പരമ്പര ഖിയാമത്ത് നാൾ വരെയുണ്ട്. ഖിയാമത്ത് നാളിലും മഹ്ശറയിലും അവരാണ് അഭയം കേട്ടോ. ആ മക്കൾ മുഖേനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്താൻ മാർഗം കേട്ടോ. തങ്ങന്മാരെ കൈപിടിക്കണ്ട, എനിക്കെന്റെ ശൈഖ് മദീന് ചിന്തിച്ചിട്ട് ഏതെങ്കിലും ഒരാള് ത്വരീഖത്ത് കൂടിയാൽ അത് ഇബ്ലീസിന്റെ ത്വരീഖത്താണ് കേട്ടോ. നീ ശാഫിഈ ഇമാം കിടക്കുന്ന സ്വർഗ്ഗത്തിലില്ല. സയ്യിദന്മാരെ കൊച്ചാക്കുന്ന മുബ്തദിഅുകാരാ, മുജാഹിദുകാരാ, ജമാഅത്തുകാരാ, തബ്ലീഗ് ജമാഅത്തുകാരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ കൊച്ചാക്കിയാൽ നീ ശാഫിഈ ഇമാം കിടക്കുന്ന സ്വർഗ്ഗത്തിന്റെ മണം പോലും കിട്ടൂല. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നത്, ആലുൻ നബീ ദരിഅതി വഹുമു ഇലൈഹി വസീലതി. അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബമാണ് എന്റെ ആലംബം, അവരാണ് എന്റെ അവലംബം, അവരാണ് എന്റെ പ്രതീക്ഷ, അവരാണ് എന്റെ അത്താണി. എല്ലാ ശുദ്ധത്തിലും അവരാണ് എന്റെ സഹായം. വഹും ഇലൈഹി വസീലതി. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാൻ അവരാണ് എന്റെ വസീല, അവര് മാത്രമാണ് എന്റെ വസീല. ഇത് ദുനിയാവിൽ മാത്രമല്ല, നാളെ ആഖിറത്തിൽ അർജൂ ബിഹിം മുഅ്തഖദൻ ബിയദിൽ യമീനി സഹീഫതി.
നാളെ പ്രയാസമുള്ള മഹ്ശറയിൽ, വിഷമമുള്ള മഹ്ശറയിൽ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ആരാ സഹോദരാ? സാധാരണ ശാഫിയല്ല, സാധാരണ അഹ്മദല്ല. ഇന്ന് 50 കോടിയിലേറെ മുസ്ലിമീങ്ങൾ ശാഫിഈ മദ്ഹബുകാരാ. ഒരാൾ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോ, ഉസ്താദുമാരിലേക്ക് ഹദിയ ചെയ്യുമ്പോ ഇലാ ഹളറത്തി ശാഫിഈ ഇമാമിലേക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ശാഫിഈ ഇമാമിനെ ടച്ച് ചെയ്യാതെ ഒരു ഫാത്തിഹയും അപ്പുറം കിടക്കില്ല. ഒരു ഫത്ഹുൽ മുഈൻ ഓതി കൊടുക്കുന്ന മുതർരിസും മുതഅല്ലിം അത് ഓതുമ്പോ അതിന്റെ സവാബ് ഇൽമിന്റെ പവർ ശാഫിഈ ഇമാമിന്റെ ദറജ ഏറ്റാതെ അതിന്റെ അപ്പുറം കിടക്കില്ല. ഫിഖ്ഹിൽ ശാഫിഈ ഇമാം വരച്ചിട്ട ഒരു വരയ ഭേദിക്കാൻ പ്രഗൽഭനായ മറ്റൊരു പണ്ഡിതനില്ല. ആ നിലക്ക് മഹത്വം നൽകി ആദരിച്ച ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ലോകത്തൊരു പണ്ഡിതൻ, ഒരു ഖുറൈശി പണ്ഡിതൻ ഇൽമ കൊണ്ട് ലോകത്ത് നിറയ്ക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ച ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ജീവിതത്തിൽ ഹറാമില്ലെന്ന് മാത്രമല്ല, കറാഹത്തില്ലെന്ന് മാത്രമല്ല, ഖിലാഫുൽ ഔലയില്ലെന്ന് മാത്രമല്ല, സൂക്ഷ്മതയുടെ വഴിയല്ലാത്തൊരു വഴി തെരഞ്ഞെടുത്തിട്ടില്ല. വല്ലാതെ ഇൽമ കൊണ്ട് ഖൽബുലംഘിയ മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ പറയുന്നത്, മുജാഹിദേ, ജമാഅത്തുകാരാ, കള്ളത്വരീഖത്തിന്റെ ആളുകളെ, ശാഫിഈ ഇമാമിന്റെ വഴിയൊന്ന് നീ പഠിച്ചോ. ശാഫിഈ ഇമാം, മഹാനായ ശാഫിഈ ഇമാം പറയുന്നത്, ഞാൻ വലിയ ശൈഖാണ്, എനിക്ക് ശൈഖുണ്ട്, എനിക്ക് ആയിരക്കണക്കിന് മുരീദുമാരുണ്ട്, വന്നോന്നല്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബിഹിം അർജു ബിഹിം ഉൽതാഗദൻ ബിയദിൽ യമീനി സുഹീഫതി. നാളെ പ്രളയം മൂത്ത മഹ്ശറയിൽ എന്റെ വലത് കൈയിൽ കിതാബ് കിട്ടാൻ ഞാൻ പ്രതീക്ഷിക്കുന്നതും ആ മഹാന്മാരായ സദാഹാത്തിങ്ങൾ തന്നെ. ആ അഹ്ലു ബൈത്ത് മുഖേന, തങ്ങന്മാര് മുഖേന, സയ്യിദുമാര് മുഖേന, റസൂലുള്ളാഹിന്റെ പൊന്നുമക്കൾ മുഖേന, അവരുടെ ബറക്കത്ത് കൊണ്ട്, അവരുടെ കാരുണ്യം കൊണ്ട്, അവരുടെ റഹ്മത്ത് കൊണ്ട് എന്റെ വലത് കൈയിൽ കിതാബ് കിട്ടുമോ? ഇതാണ് എന്റെ പ്രതീക്ഷ. ഇമാമുന ശാഫിഈ തങ്ങളാ പറഞ്ഞത്. അതുകൊണ്ട് ബായാർ അൽ മുജമ്മഇന്റെ സ്വലഹാത്തിന്റെ മാസത്തിലുള്ള സ്വലഹാത്തിന്റെ ഹൽഖയിൽ മുറതെറ്റാതെ ഒരൊറ്റ ഡേറ്റും ഒഴിവാക്കാതെ വരുന്ന വല്ലാത്ത ആശിഖീങ്ങളുണ്ട്. എത്ര പ്രയാസം സഹിച്ചാലും വന്നിരുന്ന് എത്ര പാതിരായാലും തങ്ങളെ വേദൊന്ന് കേൾക്കണം, തങ്ങളെ നസീഹത്തൊന്ന് കിട്ടണം, തങ്ങളെ കൈയൊന്ന് മുസാഫത്ത് ചെയ്യണം, അവിടുത്തെ മുഖത്തേക്കൊന്ന് നോക്കണം. ആലിമീങ്ങളെ മുഖത്തേക്ക് നോക്കിയ കൂലിയായി, തങ്ങന്മാരെ മുഖത്തേക്ക് നോക്കിയ കൂലിയുമായി, ദിക്റ് ചൊല്ലുന്ന നാവിലേക്ക് അവിടുത്തെ മുഖത്തേക്ക് നോക്കിയ കൂലിയായി ഒന്ന് പറഞ്ഞു കിട്ടിയാൽ അതിനേക്കാൾ ഭാഗ്യമായി. അങ്ങനെ വന്നിട്ട് മണിക്കൂറുകളോളം ഇരിക്കുന്ന, മണിക്കൂറുകളോളം പ്രയാസം സഹിക്കുന്ന ആശിഖീങ്ങളായ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു ഒരിക്കലും നമ്മളെ കൈയൊഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും നമ്മെ കൈയൊഴിയില്ല. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാളെ മഹ്ശറയിൽ കണ്ടിട്ട്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളുടെ കൂടെയായിരുന്നു, അവരെ ചെരുപ്പെടുത്ത് നടന്നവരാണ് ഞങ്ങൾ, അവർക്ക് ഖിദ്മത്ത് ചെയ്തവരാണ് ഞങ്ങൾ, അവര് പറഞ്ഞതായിരുന്നു ഞങ്ങളെ ദീൻ, അതിന്റെ അപ്പുറം ഞങ്ങൾ നടന്നിട്ടില്ല. പലരും പഴപ്പിക്കാൻ വന്നപ്പോ അജയ്യമായ നേതൃത്വത്തിന്റെ പിന്നിൽ ഞങ്ങൾ പാറ പോലെ ഉറച്ചു. നിങ്ങൾ പഠിപ്പിച്ച, അങ്ങ് പഠിപ്പിച്ച അഹ്ലുസുന്നയുടെ ആദർശം, അജയ്യമായ ആദർശം, ലോകം കണ്ട കിടയറ്റ പണ്ഡിതന്മാരുടെ പിന്നിൽ നിന്ന് മഹാനായ താജുൽ ഉലമയുടെ നൂറുൽ ഉലമ ദറജ വർദ്ധിപ്പിക്കട്ടെ. മഹാനായ ഖമറുൽ ഉലമ, കൻസുൽ ഉലമ, റഈസുൽ ഉലമ, മഹാന്മാരായ താജുൽ ശരീഅ അടക്കമുള്ള ആലിമീങ്ങൾ, പ്രഗൽഭരായ സൂഫിയാക്കളായ ഔലിയാക്കളായ ആലിമീങ്ങൾ, അവരുടെ പിന്നാലെ ഞങ്ങൾ ഉറച്ചു നിന്ന് ഒരുപാട് സയ്യിദന്മാരുടെ തണല് ഞങ്ങൾക്ക് കിട്ടി. ആ തണലിലൂടെയല്ലാതെ ഞങ്ങൾ നടന്നില്ല. അതിനപ്പുറം എത്രയോ വഴികളുണ്ട്, ദുനിയാവിന്റെ വഴികളുണ്ടായി ഞങ്ങൾ പോയില്ല. ഞങ്ങളെ ഖൽബിലാ വിളക്ക് കെടാതെ സൂക്ഷിക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചു. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ആ മക്കളെ സ്നേഹിച്ച കാരണം കൊണ്ട് സാധുക്കളായ ഞങ്ങളെയും ഒന്ന് കാര്യമായി പരിഗണിക്കണേ നബിയേ. യാ റസൂലല്ലാഹ് അഗ്ഥനാ, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ് അജിർനാ, യാ ഹബീബല്ലാഹ്.
എല്ലാ സദസ്സിലും പറയാനുള്ളത്, എല്ലാ മജ്ലിസിലും പറയാനുള്ളത്, ഹബീബായ തങ്ങളെ ഞങ്ങൾക്കൊരുപാട് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊരുപാട് പ്രതീക്ഷയുണ്ട്. ഓരോ സ്വലാത്തിന്റെ ഹൽക്കകൾ കഴിയുമ്പോൾ ഞങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്തിന്റെ ഹൽക്കകളായാലും ബയാറിലെ മഹത്വമുള്ള സ്വലാത്തിന്റെ ഹൽക്കകളായാലും ഞങ്ങൾക്കാകെയുള്ള പ്രതീക്ഷ ഇതൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഹബീബായ തങ്ങളെ മദ്ഹ് ചെയ്ത് റസൂലുള്ളാഹിന്റെ മഹത്വം പറഞ്ഞ്, ഞങ്ങളെ നാവിൽ തന്ന കഴിവ് തന്ന ശബ്ദം തന്ന റബ്ബിന്റെ മഹത്വം പറഞ്ഞ്, ഹബീബായ തങ്ങളെ കാരുണ്യവും മദ്ഹും പറഞ്ഞ് സദസ്സിലുള്ളവരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ച് സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നവരാക്കി മാറ്റിയാൽ, ഉസ്താദുമാരുടെ വാദ് കേട്ടാൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ പരിശുദ്ധമായ മുഖമൊന്ന് കാണുമെന്ന് തന്നെയാണ്. പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലെ 4500 കിലോമീറ്റർ അപ്പുറത്ത് കിടന്ന് ബയാർ മജ്ലിസിനെ നോക്കി കാണുന്ന ഹബീബായ തങ്ങളെ, വളരെ പാപികളായ പാവങ്ങളായ ഞങ്ങൾക്ക് കണ്ണുനീർ പൊഴിച്ചാബലാതി കാല് പിടിച്ച് കരഞ്ഞു പറയാനുള്ളത്, ഞങ്ങൾ നാളെ മഹ്ശറയിൽ വരുമ്പോ ഈ സാദാത്തുക്കളെ സ്നേഹിച്ചത് കൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ കൈയൊഴിയാതെ അവരെ പിന്നിൽ ഞങ്ങൾ പാറ പോലെ ഉറച്ചു നിന്നത് കൊണ്ട് ഞങ്ങൾ നാളെ പ്രയാസപ്പെട്ട് മഹ്ശറയിൽ വരുമ്പോ കാര്യമായി പരിഗണിക്കണേ സിറാജേ, ഞങ്ങളെ കാര്യമായി പരിഗണിക്കണം. ഞങ്ങളെ ഓരോ ഉറക്കും അങ്ങേ കാണാനുള്ളതാണ്. ഞങ്ങൾ കണ്ണടക്കുമ്പോ ഞങ്ങളെ ഖൽബിന്റെ ഉള്ളിലുള്ളത് ഈ ഉറക്കിൽ റസൂലുള്ള ഒന്ന് വന്നിരുന്നെങ്കിൽ സ്വലാത്ത് ചൊല്ലി 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 ഉറക്ക് വരണേ ചെറുപ്പക്കാരാ. TV കണ്ടിട്ട് ഉറങ്ങുന്നവനാകരുത്, സീരിയൽ കണ്ടിട്ട് ഉറങ്ങുന്നവനാകരുത്, പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്നവനാകരുത്, മൊബൈല് കണ്ടിട്ട് ഉറങ്ങുന്നവനാകരുത്, വാട്സപ്പും ബ്ലൂടൂത്തും മണ്ണാങ്കട്ടയും ഫേസ്ബുക്കും തോന്നിവാസങ്ങളും ഇത് കണ്ടിട്ട് ഉറങ്ങുന്നവനാകരുത്. നീ റസൂലുള്ളാഹിനെ കാണാൻ ഉറങ്ങണം, അല്ലെങ്കിൽ ഉറങ്ങണ്ട. നിന്റെ ഉറക്കിൽ ഹബീബായ തങ്ങൾ വരണം, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഹബീബായ തങ്ങളോട് ഉറങ്ങുമ്പം പറയണം, നബിയേ പ്രതീക്ഷയിലാണ്, ഒന്ന് വരണേ നബിയേ. ഒരു ദിവസം കഴിഞ്ഞു വന്നില്ല, 2 ദിവസം കഴിഞ്ഞു വന്നില്ല, കൊല്ലം 1 കഴിഞ്ഞു വന്നില്ല, 10 കൊല്ലം കഴിഞ്ഞു വന്നില്ല. നീ ടെൻഷൻ അടിക്കണ്ട. കുറെ നാളങ്ങ് കഴിയുമ്പോ മദീനയിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉഹുദിന്റെ അത്തറിന്റെ പരിമണമുള്ള, അതിനേക്കാൾ വലിയ മഹത്വമുള്ള, സൂര്യപ്രകാശത്തിന്റെ അപ്പുറം പ്രകാശമുള്ള, ചന്ദ്രനേക്കാൾ ലംഘി നിൽക്കുന്ന, എല്ലാ നക്ഷത്രഗോളാദികൾക്കും അപ്പുറം പ്രകാശപൂരിതമായ പ്രകാശം വമിക്കുന്ന വല്ലാത്ത പ്രകാശത്തിന്റെ ഉടമ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മദീനയിൽ നിന്നൊരു തോന്നല്, ബയാർ സ്വലാത്തിന് പങ്കെടുത്തൊരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ഉമ്മ വല്ല ഒരു കാരണവര് കുറെ നാളായിട്ട് സ്വലാത്തിലാണ്. എന്തിനാ സ്വലാത്ത്? എന്നെ കാണാനാണ് സ്വലാത്ത്. ഒരു ദിവസം ചൊല്ലി പോയില്ല, ഒരു കൊല്ലം ചൊല്ലി പോയില്ല, പക്ഷെ എന്നാലും പരിഭവമില്ല. അവൻ ആരോടും പരാതി പറഞ്ഞില്ല. ഏതോ ഒരു ഉസ്താദിന്റെ വഴല്, ഏതോ ഒരു പണ്ഡിതന്റെ വഴല്, മഹാനായ സയ്യിദ് അവറുകളുടെ എന്റെ പ്രിയപ്പെട്ട മകൻ അതാ വയാർ തങ്ങളുടെ ഒരു നിർദ്ദേശം കേട്ട് സ്വലാത്ത് തുടങ്ങിയതാ. ആ സ്വലാത്ത് മുറിഞ്ഞില്ല. അവനിപ്പോ ഉറങ്ങുന്നത് എന്നെ കാണാനാ, ആരോടും പരാതിയില്ലാതെ എപ്പോഴും ഉറങ്ങുന്നത് എന്നെ കാണാൻ. എഴുന്നേറ്റാൽ വലിയ ടെൻഷനാണ്, റസൂലുള്ളാഹിനെ കണ്ടു കിട്ടിയില്ല. കുറെ കാലം കഴിയുമ്പോ റസൂലുള്ളാഹിന്റെ ഖൽബിൽ ഒരു തോന്നൽ വരൂലേ, എന്നെ കാണാൻ വേണ്ടി മാത്രം ഉറങ്ങുന്ന ഒരു ചെറുപ്പക്കാരന്, എന്നെ കാണാൻ വേണ്ടി മാത്രം കണ്ണടക്കുന്ന ഒരു പെണ്ണിന് എനിക്കൊന്ന് പോയി കണ്ടാൽ എന്താ? റസൂലുള്ളാഹിന്റെ ഖൽബിൽ അങ്ങനെ ഒരു ചിന്ത വരട്ടെ ചെറുപ്പക്കാരാ. മദീനയിലേക്ക് മനസ്സ് മടക്കിക്കോ. ഇന്നൽ ഈമാന ലയർസു ഇലൽ മദീന കമാ തർസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഖൽബിൽ ഈമാനുള്ളവന്റെ ഈമാനും ഖൽബും മദീനയിലേക്കെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് മനസ്സ് മദീനയിലേക്ക് തിരിച്ചോ. നിന്റെ ഉറക്ക് നീ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടായിക്കോ. അല്ലാതെ നീ പാട്ട് കേൾക്കുന്നവനാകണ്ട, നീ സിനിമ കാണുന്നവനാകണ്ട, നീ സീരിയല് കാണുന്നവളാകണ്ട. പെണ്ണേ, മോശമായ കാലമാണിത്. നിന്റെ ഈമാന് നഷ്ടപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും കണ്ടുപിടിക്കപ്പെട്ട കാലം. എല്ലാ പിഴവിലേക്കും തെന്നി നീങ്ങാൻ വേണ്ടി സാഹചര്യങ്ങൾ മുഴുവനും ഒരുക്കി നിൽക്കുന്ന കാലമാണിത്. ഈ കാലത്ത് ഈമാന് പിടിച്ചു നിർത്തിക്കോ. റസൂലുള്ളാഹിനെ ഖൽബിൽ പ്രണയിച്ചോ. ഏറ്റവും നല്ല പ്രണയം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും നല്ല ഇഷ്ഖ്, മഹബ്ബത്ത്, അനുരാഗം, സ്നേഹം
ഒക്കെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അങ്ങ് സമർപ്പിച്ചോ. ഭർത്താവിനോടുള്ള സ്നേഹം റസൂലുള്ളാഹിന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഗമാ. ഉമ്മയോടുള്ള സ്നേഹം റസൂലുള്ളാഹിന്റെ പ്രണയത്തോടുള്ള ഒരു പ്രണയത്തിന്റെ ഭാഗമാ. എല്ലാവരോടുമുള്ള സ്നേഹം റസൂലുള്ളാഹിന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഗമാ. കാതലു മദീന തന്നെ. ഏറ്റവും വലിയ കേന്ദ്രം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി. ഞാൻ എന്റെ ഹബീബ് പൊരുത്തപ്പെടാത്തതൊന്നും ജീവിതത്തിൽ ചെയ്യൂല എന്ന് പ്രതിജ്ഞയെടുത്ത് ബായാർ സ്വലാഹത്തിന്റെ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകണേ. ചെറുപ്പക്കാരേ, സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു നമുക്കൊരുപാട് റഹ്മത്ത് ചെയ്തു. പക്ഷെ ഇന്ന് എല്ലാം ഈമാൻ തകർത്ത് കളയാനുള്ള എല്ലാ സാഹചര്യവും എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കയ്യിലും നമ്മുടെ വീട്ടിലും നമ്മുടെ റൂമിലും തന്നെ റെഡിയായി നിൽക്കുകയല്ലേ. അതൊക്കെ ദുരുപയോഗം ചെയ്തിട്ട് നീ തോന്നിയതുപോലെ ജീവിച്ചാൽ, നിന്റെ ഖൽബിൽ റസൂലുള്ളാഹിനെ കാണണമെന്ന് ചിന്തിച്ചാലും നമുക്ക് കാണാൻ കഴിയില്ല. ഹറാം കാണുന്ന കണ്ണിലേക്ക് ഹബീബ് കടന്നു വരില്ല. ഹറാം ചിന്തിക്കുന്ന മനസ്സിലേക്ക് റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കില്ല. അതിന് പാകപ്പെട്ടു വരണം മനസ്സ്, അതിന് പാകപ്പെട്ടു വരണം നമ്മുടെ ഹൃദയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നണം, പണ്ടവൻ പല തെറ്റുകളും ചെയ്തവനാണ്. എന്നെ കാണാനുള്ള ചിന്ത വന്നതിന് ശേഷം അവനിപ്പോ സിനിമ കാണുന്നില്ല, പാട്ടൊന്നും അവൻ കേൾക്കുന്നില്ല, തെറ്റുകളൊന്നും അവൻ ചെയ്യുന്നില്ല, ഹറാമുകളൊന്നും അവൻ ചെയ്യുന്നില്ല. സംശയമുള്ളതൊക്കെ ഒഴിവാക്കുകയാണ്. നന്മകൾ മാത്രമേ അവന്റെ ജീവിതത്തിലുള്ളൂ. അവനെ എനിക്കൊന്ന് പരിഗണിക്കേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലൊരു ഓർമ്മ വരുന്ന നിലക്ക് ഈമാനൊന്ന് ദൃഢപ്പെടുത്തണേ ചെറുപ്പക്കാരേ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി തരട്ടെ. എല്ലാവരും എഴുന്നേൽക്ക്. ഇരിക്കുന്ന ആളൊക്കെ ഒന്ന് എഴുന്നേൽക്ക്. 3 സ്വലാത്ത്